ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസിൽ വരുന്ന മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസാണ്. അതിൽ ഫസ്റ്റ് സ്റ്റേജായ ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രോത്ത് സ്റ്റേജിലെ പ്രൊഡക്റ്റ് സ്ട്രാറ്റജി എന്താണെന്ന് നോക്കാം. ഇംപ്രൂവിങ് ദ ക്വാളിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ്. This is done to attract more people towards the product. By doing this, dealers can sell the product more effectively. അത് ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതിലൂടെ കൂടുതൽ ആളുകളെ ആകർഷിക്കാനും അങ്ങനെ അവർക്ക് സെയിൽസ് നന്നായി നടത്താനും സാധിക്കുന്നു. പ്രൊഡക്റ്റ് ഇംപ്രൂവ്മെൻറ്റ് ഷുഡ് ബി മെയ്ഡ് ഇൻ ദ പ്രൊഡക്റ്റ് ബൈ ആഡിങ് ന്യൂ പ്രൊഡക്റ്റ് ഫീച്ചേഴ്സ്. അതായത് ഇപ്പോൾ നിലവിലുള്ള പ്രൊഡക്റ്റിന് എന്തെങ്കിലും ഫീച്ചേഴ്സ് ആഡ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കൂടുതൽ അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാനും അതിനൊക്കെ സഹായിക്കുന്നു. ന്യൂ മോഡൽസ്, ഒരു പ്രൊഡക്റ്റിൻ്റെ പുതിയ മോഡൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അതിൻ്റെ മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് അത് സഹായിക്കുന്നു. പ്രൊഡക്റ്റ് ഫ്ലാങ്കിങ്. ഇൻ ഓർഡർ ടു സാറ്റിസ്ഫൈ ദ ഡിഫറെൻറ്റ് മാർക്കറ്റ് സെഗ്മെൻറ്റ് ഈസ് കോൾഡ് പ്രൊഡക്റ്റ് ഫ്ലാങ്കിങ് സ്ട്രാറ്റജി. ഫോർ എക്സാമ്പിൾ, ടീ, ടൂത്ത്പേസ്റ്റ് ആർ അവൈലബിൾ ഇൻ ഡിഫറെൻറ്റ് പാക്കേജ് ഓഫ് ഡിഫറെൻറ്റ് സൈസസ്. അതായത് നമുക്കിപ്പോൾ ടൂത്ത് പേസ്റ്റൊക്കെ ചെറിയ 50 ഗ്രാം ഉണ്ട്, 100 ഗ്രാം ഉണ്ട്, 250 ഗ്രാം ഉണ്ട്, അങ്ങനെ പല പാക്കേജിൽ ലഭിക്കും. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് വാങ്ങാം. അതുപോലെ ചായപ്പൊടി ആണെങ്കിലും ചെറിയ പാക്കറ്റ് തൊട്ടിട്ട് വലിയ പാക്കറ്റ് വരെ ഉണ്ട്. നമ്മുടെ ഉപയോഗത്തിനനുസരിച്ച് നമുക്കത് വാങ്ങാൻ സാധിക്കുന്നു. Entering a new market segments. As a part of market expansion, the company may enter new market segments. In order to widen the market, company shall enter untap and new market. മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുന്നതിലൂടെ പുതിയ മാർക്കറ്റിലേക്ക് അവർക്ക് എൻ്റർ ചെയ്യാൻ സഹായിക്കുന്നു. പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ. ഡ്യൂറിങ് ദ ഗ്രോത്ത് സേ സക്സസ്ഫുൾ കമ്പനി മേ ട്രൈ ടു കൺവിൻസ് ദ കസ്റ്റമേഴ്സ് ആൻഡ് ദെയർ പ്രൊഡക്ട്സ് ആർ സുപ്പീരിയർ. ദിസ് ഡൺ ബൈ യൂസിങ് ഡിഫറെൻറ്റ് ബ്രാൻഡ് നെയിം, ഡിഫറെൻറ്റ് ഡിസൈൻ, യൂണിക് കളർ ഓഫ് ഫീച്ചേഴ്സ്. ഈ ഗ്രോത്ത് സ്റ്റേജിൽ മാക്സിമം കമ്പനി ഒരു കസ്റ്റമറെ അല്ലെങ്കിൽ കൺസ്യൂമറെ കൺവിൻസ് ചെയ്യാനായിട്ട് മാക്സിമം രീതിയിൽ അവർ ശ്രമിക്കുന്നു. അത് പുതിയ ഡിസൈൻസ് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ ബ്രാൻഡ് നെയിം കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ പല യൂണീക്കായിട്ടുള്ള ഫീച്ചേഴ്സും കളേഴ്സും ഒക്കെ കൊണ്ടുവരുന്നു. അതിനെ സഹായിക്കുന്നു. ഇംപ്രൂവ്ഡ് പാക്കേജ് ഷുഡ് ബി ഇംപ്രൂവ്ഡ്, ഷുഡ് ബി മോർ ഇൻഫോർമേറ്റീവ്. നല്ല രീതിയിലുള്ള പാക്കേജിങ് അവർ കൊടുക്കുന്നു. അടുത്ത പ്രൈസ് സ്ട്രാറ്റജി എന്താണെന്ന് നോക്കാം. സ്കിമ്മി സ്ട്രാറ്റജി. The firm has adopted penetration during the introduction stage. The company can raise the price to some extent. This done only the product is click in the market. അത് നമ്മൾ പറഞ്ഞു, സ്റ്റാർട്ടിങ് സ്റ്റേജിൽ അവർ പ്രൈസ് കൂട്ടി വെക്കും. അതിനുശേഷം അത് മാർക്കറ്റ് പിടിക്കും. മാർക്കറ്റ് പിടിച്ചതിന് ശേഷം കോമ്പറ്റീറ്റേഴ്സൊക്കെ വരുമ്പോൾ പ്രൈസ് കുറച്ച് വരുന്ന ലാഭം കൂടുതലുണ്ടാക്കാൻ ശ്രമിക്കുന്നു. പെനിട്രേഷൻ സ്ട്രാറ്റജി. ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ അവർ വില കുറച്ചാണ് നൽകുന്നതെങ്കിൽ അതിന് കൂടുതൽ മത്സരം വരുമ്പോൾ അത് പിന്നീടും കുറയും. അതായത് കോമ്പറ്റീഷൻ കൂടുന്നതനുസരിച്ച് നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ വില കുറച്ച് കൊടുത്താലേ ആളുകളത് വാങ്ങുകയുള്ളൂ. അപ്പോഴേ കൂടുതൽ ആൾക്കാരിലേക്ക് ആ ഉൽപ്പന്നം എത്തിച്ചേരുള്ളൂ. പാരിറ്റി പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ സെയിം പ്രൊഡക്ട്സിൻ്റെ കോമ്പറ്റീഷൻ നല്ലോണം ഉണ്ട് വയ്ക്കുക, ഒരേ ഉപയോഗത്തിനുള്ള സാധനങ്ങൾ പല കമ്പനികൾ. അപ്പോൾ ഏകദേശം അവരുടെ പ്രൈസ് എത്രയാണോ അതനുസരിച്ച് വേണം ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് നമുക്ക് നിശ്ചയിക്കാൻ. അല്ല, സെയിം ഒരു സാധനം ഒരുപാട് വില കുറഞ്ഞൊരു സാധനം നമുക്ക് അവൈലബിൾ ആകുമ്പോൾ അതിൻ്റെ ഇരട്ടി വിലയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അത് ആളുകൾ വാങ്ങിക്കണമെന്നില്ല. നെക്സ്റ്റ്, ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി. ദിസ് ഈസ് എ സ്ട്രാറ്റജി ഓഫ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ദ പ്രൊഡക്റ്റ് through several outlets. The objective is to maximize availability of product. പല ഔട്ട്ലെറ്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിലൂടെ ആളുകൾക്ക് മാക്സിമം അവൈലബിലിറ്റി, അവർക്ക് പ്രൊഡക്റ്റ് ധാരാളം അവൈലബിൾ ആയിട്ട് കിട്ടുന്നു. ഓൺ റീറ്റെയിൽ ഔട്ട്ലെറ്റ്. അണ്ടർ ദി സ്ട്രാറ്റജി കമ്പനി സ്റ്റാർട്ട് ദെയർ ഓൺ റീറ്റെയിൽ ഔട്ട്ലെറ്റ് ഫോർ പ്രൊമോട്ടിംഗ് സെയിൽ ആൻഡ് സാറ്റിസ്ഫൈ ദ നീഡ്സ് ഓഫ് കസ്റ്റമേഴ്സ്. അവർ സ്വന്തമായിട്ടൊരു റീറ്റെയിൽ ഔട്ട്ലെറ്റ് ഉണ്ടാക്കി അതിലൂടെ സെയിൽസ് പ്രൊമോട്ട് ചെയ്യാനും അവർക്ക് സാധിക്കുന്നു. നെക്സ്റ്റ്, പ്രമോഷൻ സ്ട്രാറ്റജി. പ്രൊമോഷൻ സ്ട്രാറ്റജിയിൽ വരുന്നത് എന്താണ്? പ്രൊഡക്റ്റ് കൺവിക്ഷൻ. അണ്ടർ ദി സ്ട്രാറ്റജി ദ എംഫസൈസസ് ദ ഷിഫ്റ്റ് ഫ്രം പ്രൊഡക്റ്റ് അവയർനെസ് ടു പ്രൊഡക്റ്റ് കൺവിക്ഷൻ ഓർ പ്രൊഡക്റ്റ് പ്രിഫറൻസസ്. കമ്പനി മേക്ക് എഫേർട്ട് ടു കൺവിൻസ് ദ ബയേഴ്സ് ദാറ്റ് പ്രൊഡക്റ്റ് ആർ സുപ്പീരിയർ കമ്പയർഡ് ടു അതർ ബ്രാൻഡ്. അത് നല്ലൊരു ആഡൊക്കെ കൊടുത്ത് ഇതേ സിമിലർ ആയിട്ടുള്ള പ്രൊഡക്റ്റിനെക്കാട്ടും ഈ പ്രൊഡക്റ്റ് ബെറ്റർ ആണെന്ന് ആളുകളിലേക്ക് ഒരു ബോധവൽക്കരണം നടത്തുക. യൂണിക് പ്രൊഡക്റ്റ് പൊസിഷനിങ്. അത് യൂണിക്ക് പറഞ്ഞാൽ ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള പ്രൊഡക്റ്റ് പൊസിഷനിങ് അല്ലെങ്കിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊടുത്ത് നല്ല രീതിയിൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുക.
ബ്രാൻഡ് ഇമേജ്, അതൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാനും അഡ്വർടൈസ് നല്ല രീതിയിലുള്ള ബ്രാൻഡ് അഡ്വർടൈസ് ചെയ്തിട്ട് അത് അവർക്ക് നല്ല രീതിയിൽ അതിനെ സെയിൽസ് ഉണ്ടാക്കാൻ സാധിക്കുന്നു. നെക്സ്റ്റ് സ്റ്റേജാണ് മെച്യൂരിറ്റി സ്റ്റേജ്. അതിൻ്റെ പ്രൊഡക്റ്റ് സ്ട്രാറ്റജി നോക്കാം. അതിൽ വരുന്ന മാർക്കറ്റ് മോഡിഫിക്കേഷൻ. ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ കൺസംഷൻ ദ കമ്പനി ലുക്ക് ഫോർ ന്യൂ യൂസേഴ്സ്, ന്യൂ മാർക്കറ്റ് സെഗ്മെൻറ്റ്, ഇൻക്രീസ് യൂസേജ് എമംഗ് പേഴ്സൺ കസ്റ്റമേഴ്സ് എക്സെട്ര. അതായത് നമുക്ക് മാർക്കറ്റ് മോഡിഫൈ ചെയ്യാം. അതിന് നമുക്ക് കൂടുതൽ മാർക്കറ്റ് പിടിക്കാനും അല്ലെങ്കിൽ അതിൻ്റെ കസ്റ്റമേഴ്സിന് കൂടുതലേക്ക് എത്തിച്ചേരാനുമായിട്ട് ഇപ്പോൾ ഒരേ ഒരു കമ്പനിയുടെ സ്കിൻ കെയർ ഇപ്പോൾ ഒരു ഫെയർ ആൻഡ് ലവ്ലി ഫോർ വുമൺ ഉണ്ട്. അതിൽ പുതിയൊരു പ്രൊഡക്റ്റ് മെന്നിന് വേണ്ടിയിട്ട് അവർ ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ട് അപ്പോൾ യൂസേഴ്സും കൂടും. പ്രൊഡക്റ്റ് മോഡിഫിക്കേഷൻ. In order to increase consumption, have to attract more users. Company make attempt product characteristics improvements such as quality, features, style. The objective of the product is product line. And product modify ചെയ്യുക. ഇന്നോവേഷൻ. അത് പുതിയ പുതിയ പ്രൊഡക്ട്സ് കണ്ടുപിടിക്കുക. അതിപ്പോഴത്തെ നമ്മൾ എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റിയ പുതിയ ഒരു ഫ്ലേവേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് മാറ്റി അല്ലെങ്കിൽ കളേഴ്സ് ചേഞ്ച് ചെയ്ത് അങ്ങനെയൊക്കെ പുതിയ രീതിയിലേക്കൊരു ഇന്നോവേഷൻ നടത്തുക. ഡൈവേഴ്സിഫിക്കേഷൻ. Some company diversify their activities to tackle competition. Companies can enter into some other business field. New business field may be related to unrelated or existing business. Reliance Industries is a classic example of this regard. Next, pricing strategy. Keeping the price rigid. അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കൂട്ടാതെയും കുറയ്ക്കാതെയും ഇരിക്കുക, അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോവുക. കോസ്റ്റ് പ്രൈസിങ് സ്ട്രാറ്റജി. ഇഫ് കണ്ടീഷൻ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ എക്സിസ്റ്റ്, മാർക്കറ്റ് ഷുഡ് സെറ്റ് ദെയർ പ്രൈസസ് ഓൺ ദ ബേസ് ഓഫ് ദ കോസ്റ്റ് റാദർ ദാൻ ഓൺ കോമ്പറ്റീറ്റേഴ്സ് പ്രൈസ്. അതായത് മോണോപോളിറ്റി പറഞ്ഞാൽ ഒരു ഏകാധിപത്യം. ഒരു സിമിലർ പ്രൊഡക്റ്റ് നല്ല രീതിയിലുണ്ടെങ്കിൽ ആ ഒരു വിലയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് പ്രൈസ് നിശ്ചയിക്കാൻ പറ്റും. റൈസിങ് പ്രൈസസ്. സംടൈം മാർക്കറ്റേഴ്സ് റൈസസ് പ്രൈസ് ത്രൂ പ്രൊഡക്റ്റ് ഇംപ്രൂവ്മെൻറ്റ് ഓർ പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ. അത് ചില സമയത്ത് അവർ പ്രൈസ് കൂട്ടേണ്ടതായിട്ട് വരും. പുതിയ പുതിയ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിലൂടെ അവർക്ക് പ്രൈസും കുറച്ച് കൂട്ടേണ്ടി വരും. കട്ടിംഗ് പ്രൈസസ്. ഇഫ് ദ പ്രൊഡക്റ്റ് ഡിമാൻഡ് ഈസ് എലാസ്റ്റിക്, ദ കമ്പനി മേ റെഡ്യൂസ് ദ പ്രൈസ് വിത്ത് ദ വ്യൂ ഓഫ് ഇൻക്രീസിങ് സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില സമയത്ത് നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കുക അല്ലെങ്കിൽ പ്രൈസ് കുറച്ച് കൊടുക്കേണ്ടതായിട്ട് വരും. നെക്സ്റ്റ് വൺ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി. മോർ ഇൻറ്റൻസീവ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ അത് മെച്യൂരിറ്റി സ്റ്റേജ് ദ സെയിൽ ഗ്രോത്ത് ഡിക്ലൈൻ. അതായത് മെച്യൂരിറ്റി സ്റ്റേജ് ആവാറാകുമ്പോഴേക്കും എന്താണ് അവരുടെ ഗ്രോത്ത് കുറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ അവർ പല ഔട്ട്ലെറ്റ് വഴി ഈ പ്രൊഡക്റ്റ് എങ്ങനെയെങ്കിലും വിറ്റഴിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തും. ന്യൂ ടൈപ്പ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ. കമ്പനി ക്യാൻ ട്രൈ ന്യൂ ടൈപ്പ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ഫോർ എക്സ്പാൻഡിങ് ദ മാർക്കറ്റ്. ആ മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പുതിയ പുതിയ ചാനൽസ്, പുതിയ പുതിയ വിപണികളിലെ അവസരങ്ങളൊക്കെ അവർ തേടുന്നു. പ്രൊമോഷൻ സ്ട്രാറ്റജി. ലോഞ്ചിങ് എ ബെറ്റർ അഡ്വർടൈസ്മെൻറ്റ് ക്യാമ്പയിൻ. അത് നല്ല രീതിയിലുള്ള ഒരു അഡ്വർടൈസ്മെൻറ്റ് ക്യാമ്പയിൻ തന്നെ അവരവിടെ ചെയ്യുന്നു. അഗ്രസീവ് സെയിൽ പ്രൊമോഷൻ, പ്രൈസ് ഓഫ് പ്രീമിയം, ഗിഫ്റ്റ്, അങ്ങനെ പല രീതിയിലുള്ള ഓഫേഴ്സൊക്കെ കൊടുത്തിട്ട് അവർ പ്രൊമോഷൻ നടത്തുന്നു. കസ്റ്റമർ സർവീസ്, അതൊക്കെ കസ്റ്റമർ ഫിനാൻസ്, ക്രെഡിറ്റ് ഫെസിലിറ്റി, നമുക്ക് ലോണൊക്കെ കൊടുക്കുക. ഇപ്പോൾ ഒരു റെഫ്രിജറേറ്റർ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ലോൺ ഇട്ട് വാങ്ങിക്കാം, ചെറിയ ചിലവിൽ അത് വാങ്ങിക്കാം, മാസം മാസം അടഞ്ഞു പോയി. അപ്പോൾ ആ കസ്റ്റമേഴ്സിനെ അതൊന്ന് ആകർഷിക്കുന്നു, വാങ്ങിക്കാനുള്ളൊരു തീരുമാനത്തിലേക്ക് എത്താം. പേഴ്സണൽ സെല്ലിംഗ്. Another strategy is to increase the sale people or increase the quality of sale people through training. നല്ല ട്രെയിനിങ് കൊടുത്തിട്ട് സെയിൽസ് എക്സിക്യൂട്ടീവിനൊക്കെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യണം. എൻ്ററിങ് ന്യൂ സെഗ്മെൻറ്റ്. ദ മാർക്കറ്റ് സെഗ്മെൻറ്റ് ഷുഡ് ബി ഐഡൻറ്റിഫൈ ആൻഡ് ടാർഗറ്റഡ്. അടുത്ത ഡിക്ലൈൻ സ്റ്റേജ്. അടുത്തതാകുമ്പോൾ ലാസ്റ്റ് സ്റ്റേജാണ് നമ്മൾ പഠിച്ചത്, ഡിക്ലൈൻ സ്റ്റേജ്. ഇതിൽ ഏതൊക്കെ സ്ട്രാറ്റജീസാണ് യൂസ് ചെയ്യുന്നത്? Maintain. Hoping that with passage of time the competition will drop out, the company decides to continue with the product. അതായത് കാലങ്ങൾ കഴിയുന്തോറും കോമ്പറ്റീഷൻ കുറഞ്ഞുകൊണ്ടിരിക്കും, അങ്ങനെ ആ പ്രൊഡക്റ്റിന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു.
ഹാർവെസ്റ്റ്. ദിസ് ഇസ് സ്ട്രാറ്റജീസ് ടു റെഡ്യൂസിങ് ദ ഓവറോൾ കോസ്റ്റ്, പ്രൊഡക്ഷൻ, മെയിൻ്റനൻസ്. അതായത് എല്ലാ കോസ്റ്റുകളും അവർ റെഡ്യൂസ് ചെയ്യുക. കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കൂടുതൽ ലാഭം കിട്ടാനുള്ള സാധനത്തിന് വെച്ചിട്ട് വേഗം ലാഭം ഉണ്ടാക്കാൻ പറ്റും. റീപാക്കിംഗ് ഓർ റീമാർക്കറ്റിംഗ് ദ പ്രൊഡക്റ്റ്. അതൊരു ഡിസൈൻ മോഡിഫൈ ചെയ്യുകയോ അല്ലെങ്കിൽ പാക്കേജ് മോഡിഫൈ ചെയ്യുകയോ ചെയ്ത് മാർക്കറ്റിൽ ഇറക്കുമ്പോൾ അതിനൊരു പുതുമയുള്ളതായിട്ട് തോന്നിക്കും. ഡൈവേഴ്സിങ് സ്ട്രാറ്റജി. ദിസ് സ്ട്രാറ്റജി സെല്ലിംഗ് ദ ബ്രാൻഡ് ടു അനദർ കമ്പനി. ദ ബയർ ക്യാൻ റൺ ദ കമ്പനി വിത്ത് എ പ്രോഫിറ്റ്. നമ്മുടെ ബ്രാൻഡ് മറ്റു കമ്പനികൾക്ക് അത് സെല്ല് ചെയ്യാം. Drop. The financial strategy withdrawing the product from the market. For example, Corona dropped Puma shoes. This strategy adopted when nobody come forward to buy the brand. ആരും വാങ്ങിക്കാൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റ് തീരെ ഡൗൺ ആവും. ഇനി അടുത്ത പ്രൈസിങ് സ്ട്രാറ്റജി. ബുക്ക് ഈവൻ പ്രൈസിങ്. Not to continue the production and marketing of the product, the firm can use break-even pricing. Under this strategy, firm will set the price at the level of total cost. ദിസ് ഇസ് നൈദർ പ്രോഫിറ്റ് ഓർ ലോസ്. അതിന് പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ലാത്ത രീതിയിൽ അവർ അതിനെ വേഗം സെയിൽ ചെയ്യാൻ നോക്കുന്നു. പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. ഇതെന്താണ്? ഫിക്സിങ് ഡിഫറെൻറ്റ് പ്രൈസസ് ഇൻ ഡിഫറെൻറ്റ് മാർക്കറ്റ്. ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി എന്താണെന്ന് നോക്കാം. റെഡ്യൂസിങ് ഡിസ്ട്രിബ്യൂഷൻ ഔട്ട്ലെറ്റ്. This is unprofitable outlet are stopped. In short, distribution should be more selective. Developing new distributors. Under the strategy, a firm can enter new market and develop distributor. പുതിയ മാർക്കറ്റിൽ ഇറങ്ങി പുതിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ അവർ ഡെവലപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് ലാസ്റ്റ് വൺ, പ്രൊമോഷൻ സ്ട്രാറ്റജി. ഡ്യൂറിങ് ദ ഡിക്ലൈൻ സ്റ്റേജ് ഇറ്റ് ഈസ് നെസസറി ടു ഡിവൈസ് appropriate promotion strategy to revive the product in market. The various promotion strategies may be adopted by the firm. Decline stages are follows. ഏതൊക്കെയാണ്? റെഡ്യൂസ് പ്രൊമോഷൻ എക്സ്പെൻഡിച്ചർ. ഇത് പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻഡിച്ചർ അവർ കുറയ്ക്കുന്നു. അഡ്വർടൈസിങ്, സെയിൽ പ്രൊമോഷൻ, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് വീക്ക് പ്രൊഡക്റ്റിൻ്റെ അത് കുറയ്ക്കുന്നു. നോ എക്സ്ട്രാ എക്സ്പെൻഡിച്ചർ ഓർ revitalize the product. Under strategy, no further expenditure is made of റിവാറ്റലൈസിങ് ദ പ്രൊഡക്റ്റ്. കൂടുതൽ ഒരു പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാണ്ടിരിക്കുന്നു, അല്ലാണ്ട് അതായത് എക്സ്പെൻസ് ചെയ്യാതിരിക്കുന്നു. എക്കണോമിക് പാക്ക് മേ ബി ഇൻട്രൊഡ്യൂസ് ബൈ റിവൈവ് ദ മാർക്കറ്റ്. മോർ ഓവർ റീയൂസബിൾ പാക്കേജ് മേ ബി ഇൻട്രൊഡ്യൂസ്. ക്രെഡിറ്റ് ഫെസിലിറ്റി. നോട്ട് ടു അട്രാക്ട് കസ്റ്റമേഴ്സ്, ക്രെഡിറ്റ് ഫെസിലിറ്റി ആൻഡ് ഈസി ഇൻസ്റ്റാൾമെൻറ്റ് ഫെസിലിറ്റി മേ ബി ഓഫേർഡ്. അതായത് വേഗം അവരുടെ സാധനങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടി കസ്റ്റമേഴ്സിനെ ആകർഷിക്കാൻ വേണ്ടിയും ക്രെഡിറ്റ് ഫെസിലിറ്റിയും അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റ് ഫെസിലിറ്റിയും ഒക്കെ കൊടുക്കുന്നു.